നമസ്കാരം. പ്രൈം ട്യൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ഡൽഹി സുൽത്താൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡൽഹിയുടെ കഥയാണ് പറയുന്നത്. ഡൽഹി എന്ന് പറയുന്ന സിറ്റി എങ്ങനെ രൂപപ്പെട്ടു, ഏതൊക്കെ രാജാക്കന്മാരാണ് അവിടെ ഭരിച്ചത്, മുസ്ലിം ഇൻവേഷന് ശേഷം ഡൽഹിയിൽ കുറെ നാളത്തേക്ക് പിന്നീട് മുസ്ലിം ഡൈനാസ്റ്റികളാണ് ഭരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഡൈനാസ്റ്റികളാണ്, അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഡൽഹി സുൽത്താൻസിന്റെ പീരീഡ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യയുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് പഠിച്ചപ്പോഴോ ഒന്നും ഡൽഹി എന്ന് പറയുന്ന ഒരു സിറ്റിയെ കുറിച്ച് നമ്മൾ കാര്യമായി ഒന്നും സൂചിപ്പിച്ച് പോയില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഡൽഹി എന്ന് പറയുന്ന ഒരു സിറ്റി ഡെവലപ്ഡ് ആയിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഡൽഹി ഒരു വലിയ സിറ്റി ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. തൊമാര രാജ്പുത്ത് എന്ന് പറയുന്ന ഒരു രാജ്പുത്ത് ക്ലാൻ ഉണ്ട്, തൊമാര രാജ്പുത്ത്. അവരുടെ കാലഘട്ടത്തിലാണ് ഡൽഹി ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ആദ്യം ഉയർന്നു വരുന്നത്. അപ്പൊ പല രാജ്പുത്ത് ഫാമിലീസും ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് തൊമാര രാജ്പുത്ത്. തൊമാര രാജ്പുത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടാണ് ആദ്യമായിട്ട് ഡൽഹി ഒന്ന് ഉയർന്നു വരുന്നത്. ഈ തൊമാരാസിനെ ഒരു 12th സെഞ്ചുറിയുടെ പകുതിക്ക് വെച്ച് മറ്റൊരു രാജ്പുത്ത് ഫാമിലി തോൽപ്പിക്കുകയാണ്. അവരാരാണ്? ചൗഹാൻസ് അല്ലെ ചഹാമന എന്നൊക്കെ വിളിക്കുന്ന മറ്റൊരു രാജ്പുത്ത് ഫാമിലിയാണ്. അപ്പൊ തൊമാരാസിന്റെ കീഴിലായിരുന്നു ഡൽഹി ആദ്യം ക്യാപിറ്റൽ സിറ്റി ആയിട്ടിരുന്നത്. പിന്നീട് അവരെ ഒരു മിഡ് 12th സെഞ്ചുറി ആയപ്പോൾ നമ്മുടെ ചൗഹാൻസ് തോൽപ്പിക്കുകയാണ്. എവിടത്തെ? അജ്മീറിലെ ചൗഹാന്മാര് ഈ തൊമാരാസിനെ തോൽപ്പിക്കുകയാണ്. അതോടുകൂടി അജ്മീറിലെ ചൗഹാന്മാരുടെ കയ്യിലേക്ക് ഡൽഹി എന്ന് പറയുന്ന സിറ്റി വരികയാണ്. അപ്പൊ ഈ തൊമാരാസിന്റെയും ചൗഹാൻസിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് പയ്യെ ഡൽഹി ഒന്ന് ഫ്ലറിഷായി വരികയും ഒരു വലിയ കൊമേഴ്ഷ്യൽ സെന്റർ ആയിട്ടൊക്കെ വരികയും ചെയ്തത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഡൽഹി സിറ്റിയിൽ ഒത്തിരി ജെയിൻ മെർച്ചൻസ്, ജൈനന്മാരായിട്ടുള്ള പല മെർച്ചൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരതൊരു വലിയ കൊമേഴ്ഷ്യൽ സെന്റർ ആക്കി മാറ്റുകയും അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ടെമ്പിൾസ് പണിയുകയും ചെയ്തു. ഡൽഹിയിൽ ആ കാലഘട്ടത്തിൽ അവിടുത്തെ കച്ചവടത്തിനും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് പ്രത്യേകതരം കോയിൻസ് ഉണ്ടാക്കുമായിരുന്നു. ആ കോയിൻസിനെ ഡൽഹി വാൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കോയിൻസിന്റെ പേര് ഓർക്കണം, ഡൽഹി വാൾ എന്നാണ് കോയിൻസിന്റെ പേര്. അപ്പൊ തൊമാര രാജ്പുത്തിന്റെ കീഴിലാണ് ആദ്യമായിട്ട് ഡൽഹി ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഉയർന്നു വരുന്നത്. അപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ഇൻവേഷൻ ഉണ്ടാവുന്നുണ്ട്. മഹ്മൂദ് ഓഫ് ഗസ്നി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജാവ് കുറച്ചു കാലങ്ങൾ ഇന്ത്യയിൽ ഇൻവേഡ് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കണം എന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നില്ല. മഹ്മൂദ് ഓഫ് ഗസ്നിക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു റൂളർ ആയിരുന്നു മുഹമ്മദ് ഘോരി. അദ്ദേഹം എന്ത് ചെയ്തു? പിടിച്ചടക്കിയ ഏരിയ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ ആധിപത്യം ഉറപ്പിച്ചു. ഈ മുഹമ്മദ് ഘോരിയുടെ പിൻതലമുറക്കാര് ഇവിടെ ഒരു വലിയ സുൽത്തനേറ്റ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. അപ്പൊ ഡൽഹി എന്ന് പറയുന്ന ഒരു സിറ്റി സെന്റർ ആക്കിക്കൊണ്ട് ഈ 13th സെഞ്ചുറി കാലഘട്ടങ്ങളിൽ മുഹമ്മദ് ഘോരിയുടെ പിൻതലമുറക്കാര് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പല ഏരിയാസും അടക്കി ഭരിച്ചു. അവരെയാണ് നമ്മൾ ഡൽഹി സുൽത്താൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഡൽഹി ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പല ഏരിയാസും ഒരു വലിയ സാമ്രാജ്യമായി ഉയർന്നു വന്നതിനെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചും ഡൽഹി സുൽത്താൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഡൽഹി എന്ന് പറയുന്ന ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് പല സിറ്റികളും ഉയർന്നു വരുന്നത്. ഫോർ എക്സാമ്പിൾ ഡൽഹി ഐ കുഹ്ന, സിറി, ജഹൻപന, ഇതെല്ലാം അന്നത്തെ കാലത്തുണ്ടായിരുന്ന വലിയ സിറ്റികളാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഡൽഹി സുൽത്താൻസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡൽഹി സുൽത്താനേറ്റ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഏതൊക്കെയാണ് മെയിൻ റൂളേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൽഹി എന്ന് പറയുന്ന സിറ്റി ആദ്യം ഭരിക്കുന്നത് രാജ്പുത്സ് ആണ്. രാജ്പുത്തില് തന്നെ തോമര രാജ്പുത്ത് എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ് ഡൽഹി ഏരിയ ആദ്യം ഭരിക്കുന്നത്. അവരുടെ കീഴിലാണ് ഡൽഹി ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ആദ്യം വരുന്നത്. ഈ തൊമാര രാജ്പുത്ത് ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു രാജാവായിരുന്നു അനംഗപാല. അനംഗപാല 1130 തൊട്ട് 1145 വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജാവാണ്. അങ്ങനെ തൊമാരാസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്
മറ്റൊരു രാജ്പുത് ഡൈനാസ്റ്റി ആയിട്ടുള്ള ചൗഹാൻസ് എന്ന് പറയുമ്പോൾ അജ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിക്കുന്ന മറ്റൊരു രാജ്യമാണ് ചൗഹാൻസ്, മറ്റൊരു ഡൈനാസ്റ്റിയാണ്. ഈ ചൗഹാൻസ് അവരും രാജ്പുത്ത് തന്നെയാണ്. അവര് വന്ന് തോമാരാസിനെ ആക്രമിക്കുകയാണ്. അപ്പൊ ഡൽഹി വളരെ ഒരു കൊമേഴ്ഷ്യൽ സെന്റർ ആയിട്ട് വളർന്നു വരുന്നതൊക്കെ കാണുമ്പോൾ അത് കീഴടക്കണമെന്ന് തോന്നിയ ചൗഹാൻസ് വന്നിട്ട് തോമര രാജ്പുത്തിനെ കീഴടക്കുകയാണ്. ഡൽഹി അവരുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പൊ ചൗഹാൻസ് ഓഫ് അജ്മീർ ആണ് പിന്നീട് ഡൽഹി ഭരിക്കുന്നത്. ഈ ചൗഹാൻമാരിൽ തന്നെ ഏറ്റവും പേര് കേട്ട പ്രശസ്തി ആർജിച്ച രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് തേർഡ് ആണ് പൃഥ്വിരാജ് ചൗഹാൻ, ഓർത്തിരിക്കണം. അപ്പോ 1175 തൊട്ട് 1192 വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്, ഡൽഹി സുൽത്താൻമാരുടെ കഥ തുടങ്ങുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു ഇത് കഴിഞ്ഞിട്ട് 1192 ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൽഹി ഏരിയയിലേക്കൊക്കെ പല മുസ്ലിം ഇൻവേഷൻസും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1191 ഒരു മുസ്ലിം ഇൻവേഡർ വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഘോരി എന്നാണ്. അദ്ദേഹം വെറും കൊള്ള ചെയ്യാൻ വേണ്ടി മാത്രം ഇൻവേഡ് ചെയ്തതല്ല, പിന്നെയോ അദ്ദേഹത്തിന്റെ അധീനതയിലേക്ക് വന്ന സ്ഥലങ്ങളെല്ലാം ഭരിക്കണം എന്നുകൂടി മുഹമ്മദ് ഘോരിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 1191 മുഹമ്മദ് ഘോരി ഡൽഹി ആക്രമിക്കുകയാണ്. അപ്പൊ പൃഥ്വിരാജ് ചൗഹാനാണ് അദ്ദേഹത്തിനെ നേരിടുന്നത്. അന്ന് പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോരിയെ തോൽപ്പിച്ചു. അപ്പോ എങ്ങനെയൊക്കെയോ മുഹമ്മദ് ഘോരി അന്ന് രക്ഷപ്പെട്ട് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ ഏരിയയിലേക്ക് പോയി. അടുത്ത വർഷം മുഹമ്മദ് ഘോരി എന്ത് ചെയ്തു, വലിയൊരു ആർമിയെ കൊണ്ട് വരികയാണ്. ആ സമയത്ത് പൃഥ്വിരാജ് ചൗഹാൻ പല രാജ്പുത് ഫാമിലീസിനൊക്കെ ലെറ്റർ അയച്ചു സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ രാജ്പുത് ഫാമിലീസിന് അവർക്ക് ഇടയിൽ കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. അത് കാരണം നെക്സ്റ്റ് ഇയർ 1192 മുഹമ്മദ് ഘോരി യുദ്ധം ചെയ്യാൻ വന്നപ്പോ പൃഥ്വിരാജ് ചൗഹാൻ തോറ്റുപോയി. അപ്പൊ അന്ന് തൊട്ട് ഡൽഹി ഏരിയ ആരുടെ കീഴിലാണ്, മുഹമ്മദ് ഘോരിയുടെ കീഴിലാണ്. അതിനുശേഷവും ഒത്തിരി ഇൻവേഷൻ നടത്തി പല ഏരിയാസ് മുഹമ്മദ് ഘോരി അദ്ദേഹത്തിന്റെ കീഴിലുള്ള പല ഗവർണർമാര് ജനറൽമാര് പിടിച്ചടക്കി. അപ്പൊ മുഹമ്മദ് ഘോരിക്ക് കുറച്ച് സ്ലേവ്സിലെ അടിമകൾ ഉണ്ടായിരുന്നു. ഈ അടിമകൾ എന്ന് പറയുമ്പോൾ പീഡനങ്ങളൊക്കെ സഹിച്ചിരിക്കുന്ന അടിമകളല്ല, അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സൈന്യാധിപന്മാരായിട്ടൊക്കെ നിയോഗിച്ചിരിക്കുന്ന കുറച്ച് അടിമകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിശ്വസ്തരായ 2-3 അടിമകളെ ഈ പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് മുഹമ്മദ് ഘോരി തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ അന്ന് ഡൽഹി ഏരിയ പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്ലേവ്സ് തമ്മിൽ പിന്നീട് കുറച്ച് യുദ്ധം ഉണ്ടാവുകയും അതില് ഒരു സ്ലേവ് ആയിട്ടുള്ള കുത്തബ് ഉദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ആള് ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ ഭരിക്കാൻ തുടങ്ങി. അപ്പോ കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് ആരാണ്, മുഹമ്മദ് ഘോരിയുടെ സ്ലേവ് അല്ലെങ്കിൽ അടിമയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കീഴിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഡൽഹിയുടെ ഭരണം വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, മുഹമ്മദ് ഘോരിയുടെ ഇൻവേഷന് ശേഷം അദ്ദേഹത്തിന്റെ സ്ലേവ് ആയിട്ടുള്ള അടിമയായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരാളെ ഡൽഹി ഏരിയ അല്ലെങ്കിൽ പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പൊ ഈ കുത്തബുദ്ദീൻ ഐബക്കിന്റെ പിന്തലമുറക്കാരാണ് ആദ്യം ഡൽഹി സുൽത്തനേറ്റ് ഭരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഡൈനാസ്റ്റിയുടെ പേരെന്താണ്, സ്ലേവ് ഡൈനാസ്റ്റി. എന്തുകൊണ്ടാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്, അതിന്റെ സ്ഥാപകനായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് ഒരു സ്ലേവ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഭരിക്കുമ്പോൾ അവരെ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് നമ്മൾ വിളിക്കും. 1206 തൊട്ട് 1290 വരെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഭരണാധികാരികളാണ് ഡൽഹി ഭരിച്ചത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, 84 വർഷം ഈ സ്ലേവ് ഡൈനാസ്റ്റി റൂളേഴ്സ് ഭരിച്ചു. അടുത്തത് ഈ സ്ലേവ് ഡൈനാസ്റ്റി തോൽപ്പിച്ച് ഭരണത്തിലേറിയ മറ്റൊരു ഫാമിലിയാണ് ഖിൽജി ഡൈനാസ്റ്റി. അപ്പൊ ഡൽഹി ഭരിക്കുന്ന അടുത്ത ഡൈനാസ്റ്റിയുടെ പേരാണ് ഖിൽജി ഡൈനാസ്റ്റി. 1290 തൊട്ട് 1320 വരെ ഖിൽജി ഡൈനാസ്റ്റി ഡൽഹി ഭരിച്ചു. അപ്പൊ ഏകദേശം 30 വർഷമാണ് അവർക്ക് ഭരിക്കാൻ സാധിച്ചുള്ളൂ. ഖിൽജി ഡൈനാസ്റ്റി കഴിഞ്ഞു വരുന്ന അടുത്ത ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. 1320 തൊട്ട് 1414 വരെ ഡൽഹി ഭരിച്ച ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പൊ 94 വർഷം തുഗ്ലക് ഡൈനാസ്റ്റി ഡൽഹി ഭരിച്ചു. തുഗ്ലക് കഴിഞ്ഞു വരുന്നതാണ് സായിദ് ഡൈനാസ്റ്റി. 1414 തൊട്ട് 1451 വരെ സായിദ് ഡൈനാസ്റ്റി ഭരിച്ചു. 37 വർഷം. അവസാനം ഡൽഹി ഭരിച്ച ഡൽഹി സുൽത്തനേറ്റിന്റെ ഭാഗമായിട്ടുള്ള
ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റി 1451 തൊട്ട് 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റി ഡൽഹി ഭരിക്കുന്നത്. അതായത് 75 വർഷത്തോളം ലോധി ഡൈനാസ്റ്റി ഭരിക്കുന്നു. അപ്പോൾ ഡൽഹി സുൽത്തനേറ്റിന്റെ കീഴില് പല ഡൈനാസ്റ്റികൾ ഭരിച്ചിട്ടുണ്ട്. എത്രയാ? ഒരു 5 ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സായിദ് ഡൈനാസ്റ്റി, പിന്നെയോ ലോധി ഡൈനാസ്റ്റി. ഇതിൽ ഏറ്റവും അധികം കാലം ഭരിച്ചത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്, 94 വർഷം. ഏറ്റവും കുറച്ച് ഭരിച്ചത് ആരാണ്? ഖിൽജി ഡൈനാസ്റ്റിയാണ്, 30 വർഷം. അപ്പോൾ ഇത് ഓർഡറിൽ ഓർത്തിരിക്കാം ഏതൊക്കെ ഡൈനാസ്റ്റികളാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന്. 5 ഡൈനാസ്റ്റികളുണ്ട്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ 4 ഡൈനാസ്റ്റി, അതായത് സ്ലേവ്, ഖിൽജി, തുഗ്ലക്, സായിദ്, ഇത്രയും ഡൈനാസ്റ്റികൾക്ക് ടർക്കിഷ് ഒറിജിൻ ആണ് ഉള്ളത്. അവരെല്ലാവരും ടർക്സ് ആണ്. അവര് ടർക്കിഷ് ഒറിജിനിൽ പെടുന്ന ആൾക്കാരാണ്. അവസാനത്തെ ലോധി ഡൈനാസ്റ്റി മാത്രം അഫ്ഗാൻ ഒറിജിൻ ആണ്. അവര് അഫ്ഗാൻസ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ആദ്യത്തെ 4 ഡൈനാസ്റ്റിക്കാർ ടർക്കിഷ് ആണ്. 5ാമത്തെ ലോധി ഡൈനാസ്റ്റി മാത്രം അഫ്ഗാൻസ് ആണ്. ഡൽഹി സുൽത്താൻമാരുടെ ഭരണം 320 വർഷം നീണ്ടു നിന്നതാണ്. 1206 തൊട്ട് 1526 വരെയുള്ള കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താൻമാര് ഭരിക്കുന്നത്. അപ്പൊ പല ഡൈനാസ്റ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഓരോ ഡൈനാസ്റ്റിയിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭരണാധികാരികളുടെ പേര് കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ബുക്ക് 7ാം ക്ലാസ്സിലെ ബുക്ക് ആയതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല. പക്ഷേ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി, ആദ്യത്തെ അടിമ വംശം എന്ന് പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവര് മാത്രമല്ല, ഇതിനിടയിലും ഒക്കെ ഒത്തിരി റൂളേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ എടുത്തു പഠിക്കേണ്ടതായിട്ട് പേര് അറിഞ്ഞിരിക്കേണ്ടവര്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരുടെ പേരാണ് ഇപ്പൊ പറയുന്നത്. കുത്തബുദ്ദീൻ ഐബക്ക്, സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം കഴിഞ്ഞിട്ട് വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ഷംഷുദ്ദീൻ ഇൽത്തുമിഷ്. ഷംഷുദ്ദീൻ ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താന, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി സുൽത്താനേറ്റിൽ തന്നെ ഭരണാധികാരിയായിരുന്ന ഒരേ ഒരു സ്ത്രീ, അവരായിരുന്നു റസിയ സുൽത്താന. റസിയ സുൽത്താനയ്ക്ക് ശേഷം സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ഗിയാസുദ്ദീൻ ബൽബാൻ. ബൽബാൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ, ഗിയാസുദ്ദീൻ ബൽബാൻ. അടുത്തതാണ് ഖിൽജി ഡൈനാസ്റ്റി. ഖിൽജി എന്നോ ഖൽജി എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ ഖിൽജി ഡൈനാസ്റ്റിയിലെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ജലാലുദ്ദീൻ ഖിൽജി. 1290 തൊട്ട് 1296 വരെ ഭരിച്ച രാജാവാണ് ജലാലുദ്ദീൻ ഖിൽജി. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. 1296 തൊട്ട് 1316 വരെ ഭരിച്ചതാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഖിൽജി ഡൈനാസ്റ്റിയുടെ പ്രത്യേകത എന്താണ്? ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡൈനാസ്റ്റിയാണ്. അടുത്തത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. തുഗ്ലക് ഡൈനാസ്റ്റിയിലെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ പറയുന്ന രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അദ്ദേഹത്തിന്റെ പല മണ്ടൻ ഭരണ പരിഷ്കാരങ്ങളെ കൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കും. അപ്പോൾ ഇവരാണ് മെയിൻ ആയിട്ടുള്ള തുഗ്ലക് ഡൈനാസ്റ്റി റൂളേഴ്സ്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. അടുത്ത 2 ഡൈനാസ്റ്റിയാണ് സായിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. സായിദ് ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ഖിസിർ ഖാൻ. അതുപോലെ ലോധി ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ബഹ്ലൂൽ ലോധി. ഇനിയുണ്ട് ഇബ്രാഹിം ലോധി പോലുള്ള റൂളേഴ്സും ഉണ്ട്. ഇബ്രാഹിം ലോധിയാണ് ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ റൂളർ. ഇവിടെ എഴുതിയിട്ടില്ല. ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറും ഡൽഹി സുൽത്താനേറ്റിന്റെ തന്നെ അവസാനത്തെ റൂളറും ഇബ്രാഹിം ലോധിയാണ്. അപ്പോ ഈ അവസാനത്തെ ഇബ്രാഹിം ലോധിയെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ തോൽപ്പിച്ചിട്ടാണ് ബാബർ മുഗൾ എംപയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ പതനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധിയെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ബാബർ തോൽപ്പിച്ചു. അതോടുകൂടി ഡൽഹി സുൽത്താൻമാരുടെ കഥ കഴിഞ്ഞു. അടുത്തത് മുഗൾ രാജവംശം വന്നു. അപ്പോൾ
അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടായത്, ഏതൊക്കെയാണ് ഡൈനാസ്റ്റി, ആരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഡൽഹി സുൽത്താൻമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഏൻഷ്യൻ ഇന്ത്യയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പ്രശസ്തിയെ കുറിച്ച് പറഞ്ഞു. ഒരു രാജാവ് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിപ്പിക്കുന്നതിനെയാണ് പ്രശസ്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താൻമാരെ കുറിച്ച് പല താരീഖ് അല്ലെങ്കിൽ തവാരിക്കുകളൊക്കെ എഴുതപ്പെട്ടിരുന്നു. താരീഖ് എന്ന് പറഞ്ഞാൽ സിംഗുലറും തവാരിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ പ്ലൂറൽ ഫോമുമാണ്. അപ്പൊ ഇവരെ കുറിച്ചുള്ള പ്രശംസയാണ് താരീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേർഷ്യൻ ലാംഗ്വേജിലാണ് താരിഖ് എഴുതിയിരുന്നത്. അപ്പൊ വളരെ ലേൺഡ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ തവാരിക്കുകളും താരിഖുകളൊക്കെ എഴുതിയിരുന്നത്. അപ്പൊ അവര് രാജാവിനെ ഉപദേശിക്കുമായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ചില ആൾക്കാർക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ബർത്ത് റൈറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് അതൊക്കെ തന്നെ കൊടുത്തു പോകണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗവർണൻസ് ശരിയാവില്ല. അതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിക്കേണ്ട സ്ഥലത്ത് അത് കാണിക്കണം. അങ്ങനെയൊക്കെയാണ് ഗവർണൻസ് നടത്തേണ്ടതെന്ന് രാജാവിനെ ഉപദേശിക്കുന്നത് ആരാണ്? ഈ ലേൺഡ് അല്ലെങ്കിൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ രാജാവ് ഒറ്റയ്ക്കായിരുന്നില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്നും വ്യക്തമാണ്. കുറെ ലേൺഡ് ആയിട്ടുള്ള സ്കോളർമാരായിട്ടുള്ള ആൾക്കാര് രാജാവിനെ ഉപദേശിക്കാൻ ഉപദേശകരായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 13th സെഞ്ചുറിയിൽ എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഫക്ർ ഐ മുദാബിർ. അപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു രാജ്യത്തെ നീതിയെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. കിങ് കനോട്ട് സർവൈവ് വിത്തൗട്ട് സോൾജിയേഴ്സ്. ഒരു രാജാവിനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് കീഴിൽ കുറച്ച് സോൾജിയേഴ്സ് വേണം. സോൾജിയേഴ്സിന് സാലറി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. സാലറി അദ്ദേഹം കൊടുക്കുന്നത് ഈ പെസൻസിന്റെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് റവന്യൂവിൽ നിന്നാണ്. ഇപ്പൊ പെസൻസിന് എപ്പോഴാണ് റവന്യൂ അടയ്ക്കാൻ പറ്റുന്നത്? അവര് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അവർ നല്ല പ്രോസ്പെറസ് ആയിട്ടിരിക്കുമ്പോഴാണ് രാജാവിന് റവന്യൂ കൊടുക്കാൻ കഴിയുക. ഇപ്പൊ ഇവര് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ കിങ് എപ്പോഴും വളരെ ഓണസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ജസ്റ്റിസ് ഡെലിവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണത് ഫക്ർ ഐ മുദാബിർ, ദ സർക്കിൾ ഓഫ് ജസ്റ്റിസ്. അപ്പൊ അതോടെ ജസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്, ഓർത്ത് വെക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു രാജാവ് ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്, രാജാവിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പല പൗരപ്രമുഖന്മാരും അതുപോലെ ഉപദേശകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 1236 ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീ രാജ്ഞിയാവുകയാണ്. അപ്പോ ഇൽത്തുമിഷിന്റെ മറ്റ് ആൺമക്കളെക്കാളൊക്കെ വളരെ പ്രഗത്ഭയാണ് റസിയ എന്ന് അന്നത്തെ കാലത്ത് വലിയ സ്കോളർ ആയിട്ടുള്ള മിൻഹജ് ഐ സിറാജ് എന്ന് പറയുന്ന ആള് വരെ അംഗീകരിച്ചതാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ഒരു റാണി അവരെ ഭരിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ കൊട്ടാരത്തിലെ നോബിൾസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. അവസാനം 1240 ആയപ്പോ റസിയ സുൽത്താനെ ഇവര് ത്രോണിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പൊ അവിടെ രാജാവിന്റെ ഒറ്റ വാക്കിനാണ് പ്രാധാന്യമെങ്കിൽ റസിയ സുൽത്താന റിമൂവ് ചെയ്യപ്പെടില്ലായിരുന്നു. പക്ഷെ നോബിൾസിന് അത്രയും പവർ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് റസിയ സുൽത്താനയുടെ റിമൂവൽ. ഇവിടെ ഒരു ബോക്സിലായിട്ട് മിൻഹജ് ഐ സിറാജ് നമ്മുടെ റസിയ സുൽത്താനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗോഡ് ഒരിക്കലും ക്വീൻ റൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ സബോർഡിനേറ്റ് ആയിട്ട് ഇരിക്കേണ്ടവരാണ്. പക്ഷെ എന്തുകൊണ്ട് റസിയയ്ക്ക് ഇത്രയും കഴിവുകൾ കൊടുത്തു? അങ്ങനെയാണെങ്കിൽ ഗോഡ് റസിയെ സബോർഡിനേറ്റ് ആക്കി നിർത്തേണ്ടതല്ലേ? പക്ഷെ ഇവരെക്കാളൊക്കെ പ്രാഗൽഭ്യമുള്ള ഒരാളായിട്ട് എന്തുകൊണ്ട് റസിയെ മാറ്റി എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ റസിയ സുൽത്താനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റസിയ ഒരിക്കലും ഒരു പെണ്ണ് എന്നുള്ള നിലയിലല്ല ഭരിച്ചിരുന്നത്, ഒരു സുൽത്താൻ എന്നുള്ള ഒരു പവറിൽ തന്നെയാണ് ഭരിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഡോട്ടർ ഓഫ് ഇൽത്തുമിഷ് എന്നുള്ള രീതിയിലാണ് റസിയ പേരെഴുതിയിരുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു ക്വീൻ ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ രുദ്രമാദേവി. 1262 തൊട്ട് 1289 വരെ ആന്ധ്രാപ്രദേശിലെ കക്കാത്തിയ ഡൈനാസ്റ്റിയിൽ ഭരിച്ചിരുന്ന രാജ്ഞിയാണ് രുദ്രമാദേവി. അവരവരുടെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഇവരൊരു പുരുഷനാണ് എന്നുള്ള രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. 980 തൊട്ട് 1003 വരെ കാശ്മീർ ഭരിച്ചിരുന്ന ദിദ്ദ എന്ന് പറയുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. അവര് സ്വയം അവരെ ദീദി എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്. അപ്പൊ ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അർത്ഥം. അപ്പൊ അവരുടെ പ്രജകൾക്ക് ഒരു ചേച്ചിയോടുള്ള ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ അവരോട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്വയം ഒരു ടൈറ്റിൽ അവർ ഏറ്റെടുത്തത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്, ഒരു സ്ത്രീ ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവര് ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അവരുടെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതണമായിരുന്നു,
അല്ലെങ്കിൽ സ്വയമായിട്ട് പല ടൈറ്റിലുകളും സ്വീകരിച്ച് പ്രജകൾക്കുള്ളിൽ അവരോടൊരു അഭികാമ്യം ഉണ്ടാക്കി എടുക്കണമായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫ്രം ഗ്യാരിസൺ ടൗൺ ടു എംപയർ, അതായത് ഡൽഹി സുൽത്താനേറ്റിന്റെ എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഹമ്മദ് ഘോരി ഇവിടെ വന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിട്ട് ഡൽഹി സുൽത്താനേറ്റ് ഉയർന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഹമ്മദ് ഘോരി പിടിച്ചടക്കിയ സ്ഥലങ്ങൾ മാത്രമല്ല പിന്നീട് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായത്. അവിടെ നിന്നൊരു എക്സ്പാൻഷൻ ആയിരുന്നു. പിന്നീട് വന്ന പല രാജാക്കന്മാരും ഏരിയ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ഏരിയ വന്ന് അറ്റാക്ക് ചെയ്ത് അവിടെ കുറച്ച് സോൾജിയേഴ്സിനെ നിറച്ച് ഒരു ഫോർട്ടിഫൈഡ് സെറ്റിൽമെന്റ് ആദ്യം ഉണ്ടാക്കും. അതിനെയാണ് ഗ്യാരിസൺ ടൗൺ എന്ന് പറയുന്നത്. അങ്ങനെ പല ഏരിയാസ് വന്ന് അറ്റാക്ക് ചെയ്ത് അവിടെ ഗ്യാരിസൺ ടൗണുകൾ ആദ്യം നിർമ്മിക്കും. ഈ ഗ്യാരിസൺ ടൗൺ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു രാജ്യമാവോ? ഇല്ല. അവിടുത്തെ ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഈ ഗ്യാരിസൺ ടൗണിന് ചുറ്റുമുള്ള ഹിൻഡർലാൻഡുകളും കൂടി കൺട്രോൾ ചെയ്താലാണ് ആ ഒരു സ്ഥലത്തിന്റെ മുഴുവൻ കൺട്രോളും ലഭിക്കുകയുള്ളൂ. ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥലത്തേക്കുള്ള റിസോഴ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലം. അതായത് ഈ ഗ്യാരിസൺ ടൗണിന് ചുറ്റുമായിട്ട് പല കാടുകളൊക്കെ ഉണ്ടാകും. ആ കാട്ടിൽ നിന്നൊക്കെയാണ് ഈ സിറ്റിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഹിൻഡർലാൻഡ് ഏരിയ കൂടി, അതായത് ഈ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ചുറ്റുമുള്ള പ്രദേശം കൂടി കൈക്കലാക്കിയാലാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ അധിപന്മാരായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഡൽഹി സുൽത്താനേറ്റ് ഈ ഗ്യാരിസൺ ടൗണിൽ നിന്നും വലിയ വലിയ ഹിൻഡർലാൻഡുകൾ കീഴടക്കി ഒരു വാസ്റ്റ് എംപയർ ആയി മാറിയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഡൽഹിക്ക് തൊട്ടടുത്തുള്ള ഇവരുടേതായിട്ട് തന്നെയുള്ള ഗ്യാരിസൺ ടൗണുകൾ കൺട്രോൾ ചെയ്യാൻ വലിയ എളുപ്പമാണ്. കാരണം ആരെങ്കിലും അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് വിവരം ലഭിക്കുകയും പോയി അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അകലെയുള്ള ഗ്യാരിസൺ ടൗണുകൾ ഡിഫെൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ബംഗാൾ പോലെയുള്ള ഏരിയാസിൽ ഈ ഡൽഹി സുൽത്താൻമാർക്ക് ഗ്യാരിസൺ ടൗണുകളുണ്ട്. പക്ഷേ അത് അവിടെ വരെ പോയി, ഡൽഹിയിൽ നിന്ന് ബംഗാൾ വരെ പോയി അത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ പല സമയങ്ങളിലും പല ഇൻവേഷൻസ് പിന്നീട് വന്നിട്ടുണ്ട്. മംഗോൾസ് ഇൻവേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഇൻവേഷന് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചില ഗ്യാരിസൺ ടൗണുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഡൽഹി സുൽത്താൻമാരുടെ കീഴിലുള്ള ചില ഗവർണർമാർ തന്നെ ഇവർക്ക് എതിരെ റിബലായിട്ട് വന്നുകൊണ്ട് ചില ഗ്യാരിസൺ ടൗണുകളൊക്കെ പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഗ്യാരിസൺ ടൗണുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു വാസ്റ്റ് എംപയർ ആയിട്ട് മാറുന്നത് ഗിയാസുദ്ദീൻ ബൽബാൻ എന്ന് പറയുന്ന റൂളറിന്റെ കാലഘട്ടത്തിലാണ്. ഗിയാസുദ്ദീൻ ബൽബാൻ ഏത് ഡൈനാസ്റ്റിയിൽ പെട്ടതായിരുന്നു നമ്മൾ പഠിച്ചതാണ്. സ്ലേവ് ഡൈനാസ്റ്റിയിൽ പെട്ട ആളാണ്. അപ്പൊ ഗിയാസുദ്ദീൻ ബൽബാന്റെ സമയത്തും പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്തും അതിനുശേഷം മുഹമ്മദ് തുഗ്ലക്കിന്റെ സമയത്തൊക്കെ ആയിട്ടാണ് ഡൽഹി സുൽത്താനേറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് 2 ക്യാമ്പയിൻ ഉണ്ട്. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഹിൻഡർലാൻഡുകളൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗംഗ, യമുന, ദോആബൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെയുള്ള ഹണ്ടർ ഗ്യാദറർമാരെയൊക്കെ സെറ്റിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു. സെറ്റിൽ ചെയ്താലുള്ള ഗുണം എന്താണ്? ഇവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കാം. ആ ടാക്സ് വെച്ചിട്ട് സുൽത്താനേറ്റിന് കഴിയാം. അപ്പൊ ആ ഒരു കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചെടുക്കുന്നതിനെയാണ് സെക്കൻഡ് എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ ഫ്രോണ്ടിയേഴ്സിലേക്ക് ക്യാമ്പയിനിങ് പോവുകയും അവിടത്തെ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കുന്നതിനെയാണ് സെക്കൻഡ് എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല മിലിറ്ററി എക്സ്പാൻഷൻസ് നടത്തിയത് അലാവുദ്ദീൻ ഖിൽജി പോലുള്ള രാജാക്കന്മാരാണ്. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഇത് കൾമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നായി പല കാര്യങ്ങളും ഇവർ പിടിച്ചടക്കിയിട്ടുണ്ട്. എലിഫന്റ്സ്, ഹോഴ്സ്, സ്ലേവ്സ്, പ്രഷ്യസ് മെറ്റൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാമ്പയിനിങ് വഴി ഡൽഹി സുൽത്താനേറ്റിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഡൽഹി സുൽത്താനേറ്റിന്റെ ആർമി എത്താത്ത സ്ഥലങ്ങൾ വിരളമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻസ് ഒക്കെ എങ്ങോട്ടേക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂട്ട് കാണിച്ചിരിക്കുന്നതാണ് മാപ്പ്. ജസ്റ്റ് നോക്കുക. ഇനി ഇവിടെ 2 മോസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തേതാണ് ഖുവത്ത് അൽ ഇസ്ലാം മോസ്ക്. ഇത് ഓൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻമാർ പണിത ഡൽഹി ഐ കുഹ്ന എന്ന് പറയുന്ന സിറ്റിയിലാണ് ഖുവത്ത് അൽ ഇസ്ലാം മോസ്ക്. ഇതിനടുത്തായിട്ടാണ് നമ്മുടെ കുത്തബ് മിനാർ ഉള്ളത്. ഈ മോസ്കിനെ കുറിച്ച് പറയുന്നത് ഇൽത്തുമിഷും അലാവുദ്ദീൻ ഖൽജി കൂടിയാണ് ഈ മോസ്ക് പണിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എൻലാർജ്മെന്റ് ഒക്കെ നടത്തുന്നത് ഇൽത്തുമിഷും അലാവുദ്ദീൻ ഖൽജി കൂടിയാണ്.
കുത്തബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷും കൂടി ചേർന്ന് പണിത കുത്തബ് മിനാർ ഇതിന്റെ തൊട്ടടുത്തുണ്ട്. ഇതൊരു കോൺഗ്രിഗേഷണൽ മോസ്ക് ആണ്. കോൺഗ്രിഗേഷണൽ മോസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൈഡേ പ്രയറിന് വേണ്ടി എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു ജമാ മസ്ജിദ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്ക് ആണ് ബേഗംപുരി മോസ്ക്. ബേഗംപുരി മോസ്ക്. ഈ മോസ്ക് ഡൽഹി സുൽത്താൻമാര് പണിത ജഹൻപന എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ബേഗംപുരി മോസ്ക് പണിയുന്നത്. അദ്ദേഹം ഇതിനെ സാങ്ച്വറി ഓഫ് ദി വേൾഡ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് മോസ്കുകളും. ഇനി നമ്മളൊരു ക്ലോസർ ലുക്കിലേക്ക് കടക്കുകയാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേഷനും കൺസോളിഡേഷനും എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഖൽജീസിന്റെ തുഗ്ലക്സിന്റെയും കീഴിൽ എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയായിരുന്നു കൺസോളിഡേഷൻ നടന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു വാസ്റ്റ് എംപയർ, ഒരു വലിയ സാമ്രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഭരിക്കണമെങ്കിൽ ഏബിൾ ആയിട്ടുള്ള കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഗവർണേഴ്സ് ഒക്കെ രാജാവിന്റെ കീഴിൽ വേണം. ഇൽത്തുമിഷിന്റെ കാലഘട്ടം തൊട്ട്, ഇൽത്തുമിഷ് സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന രാജാവാണ്. ഇൽത്തുമിഷിന്റെ കാലഘട്ടം തൊട്ട് മിലിറ്ററി സർവീസിന് വേണ്ടി വാങ്ങിച്ച സ്ലേവമാരെ ആയിരുന്നു ഈ ഗവർണർമാരും അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള മറ്റ് സേവകരായിട്ടും ഏബിൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടൊക്കെ രാജാവ് വെച്ചിരുന്നത്. അപ്പോൾ രാജാവ് ഒരു അടിമയെ വാങ്ങിച്ച് എല്ലാ പദവികളും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ അടിമ രാജാവിനോട് വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, രാജാവിന് ചിലപ്പോൾ സ്വന്തം ആൺമക്കളെക്കാൾ കൂടുതൽ വിശ്വാസം അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് ഈ അടിമകളോടായിരിക്കും. അപ്പൊ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൂരതകളൊക്കെ സഹിച്ച് കിടക്കുന്ന അടിമയല്ല. ഇവിടെ അടിമയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് രാജാവ് കൊടുക്കുന്നുണ്ട്. അപ്പോ പേർഷ്യനില് ബന്ധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിലിറ്ററി സർവീസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സ്ലേവ്സ് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ബന്ധകൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് രാജാവ് അഡ്മിനിസ്ട്രേഷന്റെ ചുമതലകൾ കൊടുത്തിരുന്നത്. അപ്പോ ഈ ബന്ധകൻ ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഏബിൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് ഡൽഹി സുൽത്താൻമാരെ മാറ്റി. ഡൽഹി സുൽത്താൻമാരെ പല തവാരിക്കുകളിലും താരിഖുകളിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മെയിൻ കാര്യം തന്നെ ഇതാണ്. ഈ സ്ലേവ്സിനെ പിടിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ വിമർശിക്കുന്നത്. അപ്പോൾ സ്ലേവ്സിന്റെ പ്രശ്നം എന്താണ്? അവരെപ്പോഴും അവരുടെ മാസ്റ്ററിനോട് മാത്രമാണ് കൂറ് പുലർത്തുകയുള്ളൂ. അതായത് ഒരു രാജാവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ വിധൻ മാറും. ചിലപ്പോൾ ഇവര് വളരെയധികം ശക്തി ആർജിച്ചു വന്നു എന്നൊക്കെ ഇരിക്കാം. അപ്പൊ രാജാവിന്റെ മക്കളോട് ഇവർക്ക് ചിലപ്പോൾ അതേ ലോയൽറ്റി ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെയാണ് സ്ലേവ്സിന്റെ പ്രശ്നം. അതുപോലെ ചില നോബിൾ ഫാമിലിയിലെ മക്കളെയൊക്കെ രാജാവ് ക്ലയന്റുകളായിട്ട് വളർത്തും. അതായത് രാജാവ് ഒരു സംരക്ഷകൻ എന്നുള്ള രീതിയിലൊക്കെ ചില ഹംബിൾ ബർത്ത് ആൾക്കാരെ വളർത്തിയിരുന്നു. ചില നോബിൾ ഫാമിലിയിലെ കുട്ടികളെയൊക്കെ വളർത്തിയിരുന്നു. അങ്ങനെ വളർത്തുന്നവരെ ക്ലയന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലയന്റ് ആയിട്ടുള്ളവര്, സ്ലേവ് ആയിട്ടുള്ളവരെയൊക്കെയാണ് രാജാക്കന്മാര് കൂടുതലും അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട്, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് സുൽത്താൻ മുഹമ്മദ് തുഗ്ലക്ക് കുറച്ച് പേരെ, അതായത് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പേരെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആക്കി. അസീസ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ വൈൻ ഡിസ്റ്റിലർ ആയിരുന്നു. ഫിറൂസ് ഹജ്ജം ഒരു ബാർബർ ആയിരുന്നു. മൻക തബാക്ക് എന്ന് പറയുന്ന ഒരാൾ ഒരു കുക്കായിരുന്നു. അതുപോലെ 2 ഗാർഡനർമാര്, അതായത് നമ്മുടെ തോട്ടപ്പണിക്കാരായിട്ടുള്ള ലതാ പിര, അവരൊക്കെ ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഇരുന്നതാണ്. അപ്പോൾ ഒരു മിഡ് 14th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ചരിത്രകാരൻ സിയാവുദ്ദീൻ ബരാണി എന്ന് പറയുന്ന ഒരാള് സുൽത്താനെ ഇതും പറഞ്ഞ് വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഖൽജി അല്ലെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റി റൂളേഴ്സിനെ കുറിച്ച്, അവരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ എടുത്തു പഠിക്കാൻ പോകുന്നത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെ തന്നെ ഇവരും മിലിറ്ററി കമാൻഡർമാരെ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഗവർണർമാരെ ആക്കി. അപ്പോ ഗവർണർ പദവി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആ ഒരു സ്ഥലം ഭരിച്ചോളാനല്ല പറഞ്ഞിരുന്നത്. അവരുടെ കീഴിലേക്ക് കുറച്ച് ലാൻഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ കീഴിലേക്ക്, മിലിറ്ററി കമാൻഡർമാരുടെ കീഴിലേക്ക് കൊടുത്ത ലാൻഡിനെയാണ് നമ്മൾ ഇത്ത എന്ന് പറയുന്നത്. IQTA, ഇത്ത. ഇത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ അസൈൻമെന്റ്സ് ആണ്. ഈ മിലിറ്ററി കമാൻഡർമാർക്ക് രാജാവിന് ചെയ്തു കൊടുക്കുന്ന സേവനത്തിന് പകരമായിട്ട് കൊടുക്കുന്ന റവന്യൂ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ സ്ഥലങ്ങളെയാണ് ഇത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇത്ത കിട്ടിയ ആളെ, അതിപ്പോ ഗവർണർ ആവാം, മിലിറ്ററി കമാൻഡർ ആരും ആവട്ടെ, ഇത്തയുടെ ഹോൾഡറിനെ വിളിക്കുന്ന പേരാണ് ഇത്താദാർ അല്ലെങ്കിൽ മുക്തി. ഈ പേരൊക്കെ ഓർത്തു വെക്കണം. ഇത്ത എന്ന് പറയുന്ന റവന്യൂ അസൈൻമെന്റ്സ് ആണ് സാധാരണഗതിയിൽ ഗവർണർമാർക്ക് അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡർമാർക്ക് രാജാവ് കൊടുക്കുന്നതാണ്. ആ ഇത്തയുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ റവന്യൂ പിരിച്ച് ഇവർക്കെടുക്കാം. ഇവർ രാജാവിന് ചെയ്തു കൊടുക്കുന്ന മിലിറ്ററി സേവനങ്ങൾക്ക് പകരമായിട്ട് ഇവർക്ക് ഈ ഇത്ത സ്ഥലത്തെ റവന്യൂ പിരിച്ചെടുക്കാം.
അപ്പൊ അവരുടെ കീഴിൽ കുറച്ച് സോൾജിയർമാരൊക്കെ ഉണ്ടാവാം, അവർക്ക് സാലറി കൊടുക്കണം. ഈ റവന്യൂ പിരിച്ചെടുത്തതിൽ നിന്നിട്ടാണ് ഇവര് സാലറി കൊടുക്കുന്നത്. അപ്പൊ ഇക്ത എന്ന് പറയുന്ന സ്ഥലമാണ്. ഇക്ത കൈവശം വെക്കുന്നവരെ ഇക്താദാർ അല്ലെങ്കിൽ മുക്തി എന്ന് പറയും. ഇനി ഈ ഇക്താദാർമാരെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവരെ ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാല് പണ്ടത്തെ സമന്ത സിസ്റ്റത്തിന്റെ ഗതി ഓർമ്മയുണ്ടല്ലോ. സമന്തമാരൊക്കെ ഇൻഡിപെൻഡന്റ് ആയതുപോലെ ഇവരും ഇൻഡിപെൻഡന്റ് ആവാം. അപ്പൊ ഇവര് കൂടുതൽ റവന്യൂ പിരിച്ചെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത സ്ഥലത്തിന്റെ ആധിപത്യം ഇവർ ഉറപ്പിക്കുന്നുണ്ടോ, ഒരു ഹെറിഡിറ്ററി പോസ്റ്റ് ആയിട്ട് ഇത് മാറാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ രാജാക്കന്മാർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് തുഗ്ലക്ക് പോലുള്ള രാജാക്കന്മാര് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നു. അപ്പൊ ഇവര് കറക്റ്റ് ആയിട്ടാണോ റവന്യൂ പിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് സ്പൈ ചാരന്മാരെയും അതുപോലെ അക്കൗണ്ടന്റുമാരെയും ഒക്കെ നിയമിച്ചിരുന്നു. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് എക്സ്പാൻഡ് ചെയ്തതോട് കൂടിയിട്ട് അവിടെ പണ്ടുണ്ടായിരുന്ന സമന്ത അരിസ്ട്രോക്രാറ്റുകള്, ലാൻഡ് ലോഡ്സ്, ഇവരോടൊക്കെ രാജാവിന്റെ കീഴിലേക്ക് വരാനും അവരുടെ ലാൻഡിന് മേലുള്ള അവകാശം രാജാവിന് കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ ചില ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള അരിസ്ട്രോക്രാറ്റ്സിനെയൊക്കെ രാജാവ് റവന്യൂ കളക്ടേഴ്സ് ആയിട്ട് പിന്നീട് നിയോഗിച്ചു. അപ്പൊ ടാക്സ് പിരിച്ചാണ് മെയിൻ ആയിട്ടും ഖജനാവിലേക്ക് കാശ് എത്തുന്നത്. ഖൽജീസിന്റെ തുഗ്ലക്സിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെയിൻ ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള ടാക്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സ് ആണ് ഖരാജ്. ഖരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർ അടയ്ക്കേണ്ട ടാക്സ് ആണ്. എന്താണോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ 50% കൊട്ടാരത്തിലേക്ക് കൊടുക്കണം. അതിനെയാണ് ഖരാജ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സ്. രണ്ടാമത്തെ ടാക്സ് എന്ന് പറയുന്നത് കാറ്റിലിന് മേലുള്ള ടാക്സ് ആണ്. നമ്മുടെ വീട്ടില് എന്തെങ്കിലും കാറ്റിലിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റിലിനെ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അവര് അടയ്ക്കേണ്ട ഒരു ടാക്സ് ഉണ്ടായിരുന്നു. മൂന്നാമത്തത് വീട് വെക്കുന്നവര്, സ്വന്തമായി വീട് വെക്കുന്നവര് രാജകൊട്ടാരത്തിലേക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. അപ്പൊ ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സസ്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ കാണുന്നത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ പല സമയങ്ങളിലായിട്ട് ഇവരുടെ സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ടുള്ള ചില ഏരിയാസ് ഒക്കെ അവരുടെ കയ്യിൽ നിന്നും വിട്ടു പോയിട്ടുണ്ട്. ബംഗാള്, സൗത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇവർക്ക് അധികം കാലം കയ്യിൽ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? ഇതെല്ലാം ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ കുറച്ച് ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് കൺട്രോൾ അധികം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പൊ ചില ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കുറച്ച് ചെഫ്റ്റൈന്മാരുണ്ട്. അവരെയൊക്കെ കീഴടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് മൊറോക്കോൺ ട്രാവലർ ആയിരുന്ന ഇബ്ൻ ബത്തൂത്ത എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ കാടുകൾക്കകത്ത് ബാംബു ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആർട്ടിഫിഷ്യലി ആയിട്ട് ബാംബു വെച്ച് പിടിപ്പിച്ച് വലിയ മുളങ്കാടുകൾക്കകത്തായിട്ടാണ് ഈ ചെഫ്റ്റൈന്മാരൊക്കെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് കെട്ടി പാർത്തിരുന്നത് എന്ന് ഇബ്ൻ ബത്തൂത്ത പറയുന്നു. അപ്പൊ ഇവരെ വലിയൊരു പവർഫുൾ ആർമിക്ക് മാത്രമാണ് ഇവരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇവര് ഫോറസ്റ്റിന്റെ അകത്ത് ഇവർ താമസിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇവരധികം ഇൻവൈഡ് ചെയ്യാനും രാജാക്കന്മാർക്ക് മടിയായിരുന്നു. അപ്പൊ അത് ഇബ്ൻ ബത്തൂത്ത പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മംഗോൾ ഇൻവേഷനെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മംഗോൾസ്, ജംഗിസ് ഖാൻ എന്ന് പറയുന്ന ഒരു റൂളറിന്റെ കീഴില് പല സ്ഥലങ്ങളിലും ഇൻവേഷൻ നടത്തുകയാണ്. മംഗോൾസ് എന്ന് പറയുന്നത് വളരെ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അവര് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഇൻവേഷൻ നടത്തുന്നത്. അപ്പോ ഡൽഹി സുൽത്താനേറ്റും ഒരിടയ്ക്ക് മംഗോൾ ഇൻവേഷൻ നടക്കും എന്ന് വിചാരിച്ച് തയ്യാറായിട്ട് ഇരുന്നിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 1219 ജംഗിസ് ഖാന്റെ കീഴിലെ മംഗോൾസ് ഇറാനിലെ ട്രാൻസോക്സിയാന കീഴടക്കിയെന്ന്. അപ്പൊ അതോടുകൂടി ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരികൾക്ക് ഏകദേശം ഒരു ചെറിയ ധാരണയൊക്കെ കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ ഇവര് ഇനി ഡൽഹിയിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്ന്. അപ്പൊ അന്ന് തൊട്ട് തന്നെ മംഗോൾ ഇൻവേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ജംഗിസ് ഖാൻ നേരിട്ട് വന്നില്ലെങ്കിലും പല സമയങ്ങളിലായിട്ട് മംഗോൾ ട്രൂപ്സ് ഡൽഹി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ അവസാന കാലഘട്ടങ്ങളിലും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആദ്യ ഭരണ കാലഘട്ടങ്ങളിലൊക്കെ മംഗോൾ ഇൻവേഷനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 2 റൂളേഴ്സ് മുഹമ്മദ് ബിൻ തുഗ്ലക്കും അലാവുദ്ദീൻ ഖിൽജിയും മംഗോൾ ഇൻവേഷന് എതിരായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അപ്പൊ ആദ്യം മംഗോൾ ഇൻവേഷൻ വന്നപ്പോൾ അലാവുദ്ദീൻ ഖിൽജി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ഡൽഹി 2 പ്രാവശ്യം മംഗോൾ അറ്റാക്ക് നേരിട്ടു. 1299, 1300 കാലഘട്ടങ്ങളിലും 1302, 1303 കാലഘട്ടങ്ങളിൽ അങ്ങനെ 2 തവണ ഡൽഹിയിൽ അറ്റാക്ക് വന്നു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ഒരു ഡിഫെൻസീവ് മെത്തേഡാണ് എടുത്തത്. അതായത് അറ്റാക്ക് വരട്ടെ അപ്പൊ കാണാമെന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വലിയ സ്റ്റാൻഡിങ് ആർമിയെ അദ്ദേഹം സജ്ജരാക്കി നിർത്തി. അപ്പോൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് അലാവുദ്ദീൻ ഖിൽജിയുടേത്. പിന്നെ എന്താ നടന്നത്? ഇദ്ദേഹം
ഈ സോൾജിയേഴ്സിനെ ഒക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഗ്യാരിസൺ ടൗൺ തന്നെ പണിതു. അതിന്റെ പേരാണ് സിരി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഈ സോൾജിയേഴ്സിനൊക്കെ ഭക്ഷണം കൊടുക്കണം. അതിനുവേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? ഗംഗ യമുന ദോആബിൽ നിന്നും പ്രൊഡ്യൂസ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ഗംഗ യമുന ദോആബില് ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ 50% ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാക്സ് ആക്കി പിരിച്ചു. അപ്പൊ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ധാന്യങ്ങളെല്ലാം 50% രാജാവിന് കൊടുക്കണം. അത് വെച്ചിട്ടാണ് ഇവരെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അലാവുദ്ദീൻ ഖിൽജി സോൾജിയേഴ്സിന് എല്ലാവർക്കും ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുത്തത്. അവർക്ക് ഇത്ത ഒന്നും കൊടുത്തില്ല. ഇത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പേരിൽ ലാൻഡ് ഒന്നും കൊടുത്തില്ല. പിന്നെയോ ക്യാഷ് ആയിട്ട് തന്നെയാണ് ഇവർക്ക് സാലറി കൊടുത്തത്. അപ്പൊ ഡൽഹിയിൽ ഈ സോൾജിയേഴ്സ് നിൽക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് അവിടെയുള്ള മെർച്ചന്റ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പല സാധനങ്ങളും വാങ്ങിക്കേണ്ട ആവശ്യം വരും. അപ്പൊ സോൾജിയേഴ്സ് ഇവരുടെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ മെർച്ചന്റ്സ് ഒക്കെ എന്തെങ്കിലും സാധനം പൂഴ്ത്തി വെക്കുമോ അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് ഒക്കെ കൂട്ടുമോ എന്നൊക്കെ രാജാവിന് ഒത്തിരി ആശങ്കകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? ഡൽഹിയിലെ അന്നത്തെ സാധനങ്ങളുടെ എല്ലാം വില നിർണയിച്ചു. അതൊരിക്കലും ഇനി മെർച്ചന്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത രീതിയിൽ ആക്കി. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് അന്നത്തെ സ്കോളേഴ്സ് പറയുന്നത്. അദ്ദേഹത്തിന് ചീപ്പായിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റി. മാർക്കറ്റ് മെക്കാനിസം ഒക്കെ നല്ലതായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് മംഗോൾ ഇൻവേഷൻ അലാവുദ്ദീൻ ഖിൽജി വിത്ത്സ്റ്റാൻഡ് ചെയ്തത്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക് എങ്ങനെയാണ് മംഗോൾ ഇൻവേഷന്റെ സമയത്ത് ചേർത്ത് നിന്നത് എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കിപ്പോൾ ബോധ്യമാകും. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തു. അതെല്ലാം മണ്ടത്തരമായി പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും മംഗോൾ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെ ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയെ പോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഒരു വലിയ സ്റ്റാൻഡിംഗ് ആർമിയെ ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള പോളിസി അല്ല ശരിക്കും കൈക്കൊണ്ടത്. ട്രാൻസോക്സിയാന എന്ന് പറയുന്ന മംഗോൾസ് പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തെ ചെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ വരെ ഇട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ട്രാൻസോക്സിയാന എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് ഇറാനിലാണ്. അപ്പൊ അവിടെ ചെന്ന് മംഗോൾസിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആക്ച്വലി ഇട്ടിരുന്നു. ഇനി ഇദ്ദേഹം ചെയ്ത വലിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോൾജിയേഴ്സിന് വേണ്ടി ഒരു പുതിയ ഗ്യാരിസൺ ടൗൺ പണിയുന്നതിന് പകരം ഇദ്ദേഹം എന്ത് ചെയ്തു? പഴയ സിറ്റി ആയിട്ട് ഡൽഹി ഐ കുഹ്ന എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലെ ആൾക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവിടെ സോൾജിയേഴ്സിനെ പാർപ്പിച്ചു. ഈ ഒഴിപ്പിച്ച ആൾക്കാരെ മുഴുവൻ എങ്ങോട്ടേക്ക് മാറ്റും? ദൗലതാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സിറ്റി പണിത് അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ സൗത്ത് ഏരിയയിലാണ് ദൗലതാബാദ്. അവിടെ ഒരു പുതിയ ക്യാപിറ്റൽ പണിത് ഡൽഹി ഐ കുഹ്നയിലുള്ള ആൾക്കാരെ മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴിപ്പിച്ചു. അപ്പൊ ഒത്തിരി ആൾക്കാർ ഡൽഹിയിൽ നിന്ന് അവിടെ വരെ നടന്നു പോയപ്പോൾ തളർന്ന് കുറെ പേരൊക്കെ മരിച്ചുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സുൽത്താൻ അവിടെ നിന്ന് തിരിച്ച് ആൾക്കാരോട് എല്ലാവരോടും ഇനി തിരിച്ച് ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഒരു മണ്ടൻ ഭരണ പരിഷ്കാരമാണ്. ഇനി സോൾജിയേഴ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും അലാവുദ്ദീൻ ഖിൽജിയുടെ അതേ പാറ്റേൺ തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്തത്. ഗംഗ യമുന ദോആബിൽ നിന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 50% വാങ്ങിച്ചു. അത് വെച്ചിട്ടാണ് സോൾജിയേഴ്സിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഇദ്ദേഹം ചെയ്തു. എക്സ്ട്രാ ആയിട്ട് അവിടുന്ന് ടാക്സും പിരിച്ചു. അപ്പൊ ഒന്നാമത് അവിടെ വരൾച്ചയും അതുപോലെ ക്ഷാമവും ഒക്കെ നേരിടുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് എക്സ്ട്രാ ടാക്സ് പിരിച്ചത് ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കി. അതും ഇദ്ദേഹത്തിന്റെ ഒരു മണ്ടൻ പരിഷ്കാരമാണ്. ഇദ്ദേഹവും സോൾജിയേഴ്സിന് ക്യാഷ് ആയിട്ട് തന്നെയാണ് സാലറി കൊടുത്തിരുന്നത്. അതുപോലെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിന് പകരം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? ഒരു ടോക്കൺ കറൻസി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലത്തെ ക്യാഷ് പോലത്തെ പേപ്പർ കറൻസി ഒക്കെ പോലത്തെ ഒരു ടോക്കൺ കറൻസി, ഒരു പേരിനുള്ള ഒരു കറൻസി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അന്ന് സിൽവർ അതുപോലെ ഗോൾഡ് കോയിൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു ടോക്കൺ കറൻസി ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കോപ്പറോ ബ്രോൺസോ ഒക്കെ പോലുള്ള വളരെ ചീപ്പായിട്ടുള്ള മെറ്റൽസ് കൊണ്ടുള്ള ടോക്കൺ കറൻസി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു? ഈ പിച്ചള പാത്രങ്ങളൊക്കെ ഉരുക്കി അത് വെച്ച് കോയിൻസ് സ്വയമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ രാജ്യത്തുള്ള എല്ലാവരുടെയും കയ്യിൽ കോയിൻ കൂടി ഇൻഫ്ലേഷൻ ഒക്കെ വളരെയധികം ഉണ്ടായി. അപ്പൊ രാജാവ് അത് മുഴുവൻ തിരിച്ചെടുത്ത് ഈ കോയിൻസ് ഒക്കെ ആൾക്കാർക്ക് അതിന്റെ അതേ മൂല്യമുള്ള സിൽവർ ഗോൾഡ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഖജനാവ് പാപ്പരായി. അത് അദ്ദേഹത്തിന്റെ ഒരു മണ്ടൻ പരിഷ്കാരമായിരുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒക്കെ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ ഇദ്ദേഹം കാശ്മീരിലേക്ക് ഒരു ക്യാമ്പയിൻ വിട്ടതും വളരെ ഡിസാസ്റ്റർ ആയിരുന്നു. വിന്റർ സമയത്താണ് കാശ്മീരിലേക്ക് ക്യാമ്പയിൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സോൾജിയേഴ്സ് പോലെ ആകെ 5-10 പേരാണ് തിരിച്ചു വന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു കടുത്ത വിന്ററിൽ അവിടെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്.
പിന്നെ ട്രാൻസോക്സിയാന പോയി ഇൻവേഡ് ചെയ്യാനുള്ള ഇദ്ദേഹത്തിന്റെ പ്ലാനും പിന്നീട് അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. അപ്പൊ ഇതാണ് മംഗോൾ ഇൻവേഷന്റെ സമയത്ത് അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് ബിൻ തുഗ്ലക്കും നേരിട്ടത്. രണ്ടും നമ്മൾ കമ്പയർ ചെയ്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനേറ്റ് ഒരു വാസ്റ്റ് എംപയർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിനുശേഷം വന്ന സുൽത്താൻമാരുടെ കീഴിൽ ഡൽഹി സുൽത്താനേറ്റ് പയ്യെ ഡിക്ലൈൻ ആവുകയാണ്. തുഗ്ലക്സിന് ശേഷം സായിദ് ഡൈനാസ്റ്റി വരുന്നുണ്ട്, അതിനുശേഷം ലോധി ഡൈനാസ്റ്റി വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ഭരണത്തിന്റെ സമയത്ത് പല സ്ഥലങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ജോൺപൂർ, ബംഗാൾ, മാൽവ, ഗുജറാത്ത്, രാജസ്ഥാൻ, എൻറ്റയർ സൗത്ത് ഇന്ത്യ, അവിടെയൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റൂളേഴ്സ് വന്നു. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ആ ഡൽഹി ഏരിയയിലേക്ക് മാത്രം പിന്നീട് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അഫ്ഗാൻസ്, രാജ്പുത്സ് പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ പല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും പിന്നീട് ഭരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതാണ്. ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ഒരാളെ ബാബർ തോൽപ്പിച്ചാണ് അദ്ദേഹം ഇവിടെ മുഗൾ എംപയർ ഉണ്ടാക്കുന്നത്. ഇബ്രാഹിം ലോധിക്കെതിരെ അദ്ദേഹത്തിന്റെ തന്നെ ഗവർണർമാരായിരുന്ന ചിലരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതില് ഒരു ഗവർണർ ദൗലത് ഖാൻ ലോധി എന്ന് പറയുന്ന ഒരു ഗവർണറാണ് ശരിക്കും പറഞ്ഞാൽ ബാബറിനെ പോയി ഇൻവൈറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ദൗലത് ഖാൻ ലോധിയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് ബാബർ ഇബ്രാഹിം ലോധിയായിട്ട് യുദ്ധത്തിന് വരുന്നത്. ആ യുദ്ധത്തിന് നമ്മൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നാണ് പറയുന്നത്. 1526 നടക്കുന്നത്. അതോടുകൂടി ഡൽഹി സുൽത്താനേറ്റിന്റെ ഡിക്ലൈൻ ആയി, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ പതനം ആയി. അങ്ങനെ ഡൽഹി പിന്നീട് മുഗൾ ഡൈനാസ്റ്റിയുടെ കീഴിലേക്ക് വരികയാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് പോലുള്ള മുഗൾ ചക്രവർത്തിമാരാണ് പിന്നീട് ഡൽഹി ഭരിക്കുന്നത്. അപ്പൊ അതിനിടയിലും കുഞ്ഞു ഡൈനാസ്റ്റികളൊക്കെ വരുന്നുണ്ട്. ഹുമയൂൺ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഷെർഷാ എന്ന് പറയുന്ന ഒരു യോദ്ധാവ്, അദ്ദേഹം ഹുമയൂണുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഹുമയൂൺ കുറച്ചു നാള് ഇവിടുന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ചെയ്ത് ഇറാനിലൊക്കെ പോയി താമസിക്കുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഷെർഷാ സുരിയുടെ കീഴില് ഡൽഹി ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയാണ് സുർ ഡൈനാസ്റ്റി. അപ്പൊ അവരെ കുറിച്ചും മറന്നു പോയത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. അപ്പോൾ 1540 തൊട്ട് 1545 വരെയാണ് ഷെർഷാ സുരി ഡൽഹി ഭരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മുഗൾ എംപറർ ആയിട്ടുള്ള ഹുമയൂണിനെ ആണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്യുന്നത്. ഷെർഷയുമായിട്ട് തോറ്റിട്ട് ഹുമയൂൺ എസ്കേപ്പ് ആയി. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഹുമയൂൺ തിരിച്ചു വരികയും ഈ സുർ ഡൈനാസ്റ്റിയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഈ മുഗൾ ടെറിട്ടറി തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഹുമയൂണിന്റെ മകനായിട്ടുള്ള അക്ബർ അങ്ങനെ മുഗൾ ഡൈനാസ്റ്റി കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അപ്പോൾ മുഗൾ ഡൈനാസ്റ്റിക്ക് ഒരു ബ്രേക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. സുർ ഡൈനാസ്റ്റി അവരും ഡൽഹി ഭരിക്കുന്നുണ്ട്. അപ്പൊ സുർ ഡൈനാസ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് കൊണ്ടാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് സുർ ഡൈനാസ്റ്റിയിലെ ഷെർഷാ സുരി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷെർഷാ സുരിയുടെ തന്നെ മെത്തേഡ്സും ആണ് പിന്നീട് അക്ബർ പോലുള്ള ചക്രവർത്തിമാര് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിന്റെ എൽസ്വെയർ നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് എൽസ്വെയറിൽ പറയുന്നത്. ഒരു ഏർലി 11th സെഞ്ചുറിയില് ഫ്രാൻസിൽ അവിടുത്തെ ആൾക്കാരെയൊക്കെ 3ആയിട്ട് തരംതിരിച്ചിരുന്നു. അതിന് 3 ഓർഡേഴ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തരംതിരിച്ചത്? ദോസ് ഹു പ്രേഡ്, ദോസ് ഹു ഫോട്ട്, ദോസ് ഹു ടിൽ ദ ലാൻഡ്. അതായത് പ്രാർത്ഥിക്കുന്ന ആൾക്കാര് ഒരു കാറ്റഗറി, പ്രാർത്ഥിക്കാനുള്ള പുരോഹിതന്മാരൊക്കെ ഒരു കാറ്റഗറി. ദോസ് ഹു ഫോട്ട്, അതായത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാർ, നമ്മുടെ ക്ഷത്രിയന്മാര് എന്നൊക്കെ ഉള്ള ഒരു ക്ലാസ്. അതുപോലെ ദോസ് ഹു ടിൽ ദ ലാൻഡ്, ഉഴുതു മറിക്കുന്നവരെ, കൾട്ടിവേഷൻ ചെയ്യുന്നവരെ, പെസന്റ് കാറ്റഗറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 3 ക്ലാസ് ആയിട്ടാണ് സൊസൈറ്റിയെ ഫ്രാൻസിൽ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ഓർഡേഴ്സ് അത് ചർച്ചാണ് മുന്നോട്ട് വെച്ചത്. കാരണം ചർച്ചിന്റെ പുരോഹിതന്മാർക്ക് എല്ലാവരെയും സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 3 ഓർഡേഴ്സ് ചർച്ച മുന്നോട്ട് വെച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു യോദ്ധാക്കളുടെ ഒരു ഗ്രൂപ്പ് ഉയർന്നു വരുന്നത്. അപ്പൊ ഈ ചർച്ച്, അപ്പോൾ ഈ യോദ്ധാക്കളായിട്ടുള്ള നൈറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചർച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുത്തു. പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം എന്നുള്ള ഒരു വഴിയിലേക്ക് അവരെ നയിച്ചു. അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ നോക്കി. അതുപോലെ അന്നത്തെ കാലത്ത് ജെറുസലേം പിടിച്ചടക്കിയ മുസ്ലിംസിനെതിരെ യുദ്ധം ചെയ്യാൻ നൈറ്റ്സിനെ ചർച്ച് സജ്ജരാക്കി. അങ്ങനെ നൈറ്റ്സും മുസ്ലിംസും തമ്മിലുള്ള യുദ്ധത്തിനാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ ക്രൂസൈഡ് എന്ന് പറയുന്നത്. ചർച്ചിന് വേണ്ടി നൈറ്റ്സ് മുസ്ലിംസ് ആയിട്ട് ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. അതാണ് ക്രൂസൈഡ്സ്. അപ്പൊ ആക്ച്വലി ഈ നൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു നോബിൾ ക്ലാസ് ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്ത ഇവര് വലിയൊരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിലയിലെത്തി. അവസാനമൊക്കെ വലിയ നോബിൾസിനും അവർ നൈറ്റ്സ് ആയിട്ട് അറിയപ്പെടണമെന്നൊക്കെ വളരെയധികം ആഗ്രഹം വന്നു. അപ്പൊ നൈറ്റ്സിന്റെ സ്റ്റാറ്റസ് വളരെയധികം ക്രൂസൈഡ്സ് ഉയർത്തി, അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ ഉയർത്തി.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. നമ്മൾ ഡൽഹി സുൽത്താൻമാരെ കുറിച്ചാണ് പഠിച്ചത്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ടെക്സ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.